2 മണിക്കൂർ 4 മിനിറ്റ് 31 സെക്കൻഡിലേക്ക് ചിരിച്ചിരിക്കാനുള്ള ഉണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ ധാരാളം ഇങ്ങനെ കണ്ടിട്ടുണ്ട്. മലയാളത്തിലൊക്കെ വളരെ കുറച്ചാണ് ഇങ്ങനെ വരുന്നത്. ചിരിക്കാൻ വേണ്ടി മാത്രമാണെങ്കിൽ കാണും. മൊത്തം എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. നല്ല സ്റ്റോറിയാണോ, ഡിഫറെൻറ്റ് സ്റ്റോറിയാണ്, നല്ല എക്സിക്യൂഷൻ, അടിപൊളിയാണ്. അതാണ് കോമഡിക്ക് കോമഡി, പിന്നെ ആക്ടിങ് വൈസും മ്യൂസിക്കും എല്ലാം അടിപൊളി. പടം ചിരിക്കാൻ വേണ്ടി മാത്രമാണെങ്കിൽ കാണും. മൊത്തം എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. മൊത്തം എൻ്റർടൈൻമെൻ്റ് ഒരു ഫാൻറ്റസി ടൈപ്പ് മൂവിയായിരുന്നു. ഈ ഇടക്കാലത്ത് അങ്ങനത്തെ ഒന്നും ഇറങ്ങിയിട്ടില്ല. ഒന്നുമില്ല, തുടക്കം തൊട്ട് അവസാനം വരെ ഫുൾ എൻ്റർടൈൻമെൻറ്റ്, ചിരി പടം ഫുൾ അടിപൊളി. എല്ലാ ഏജിലുള്ളവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സിനിമയാണ്. എല്ലാ ഏജിലുള്ളവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സിനിമ. എന്താ പറയാനുള്ളത്? എങ്ങനെയുണ്ട് സുരാജേട്ടനും ഷറഫുദ്ദീനൊക്കെ എങ്ങനെയുണ്ട്? നടൻ എങ്ങനെയുണ്ട്? തകർത്തിട്ടുണ്ടോ പുള്ളി? തുടക്കം മുതൽ അവസാനം വരെ ചിരി എന്നൊക്കെ കേട്ടുള്ളതാണോ? കുഴപ്പമില്ല. ഇവിടെ എന്താ? നല്ലതാണ്, നല്ല പടം. ചിരിച്ചു മറിഞ്ഞു. ഒരു കോമഡി ആണോ ബ്രോ? നല്ല കോമഡിയാണ്, നല്ല ഡയറക്ഷനായിരുന്നു, ക്യാമറ വർക്കൊക്കെ നല്ലായിരുന്നു. പ്രത്യേകിച്ച് ആ മെയിൻ ക്യാരക്ടറിന്റെ ഒരു ചേഞ്ച് പോലൊരു സാധനമുണ്ട്, നല്ല രീതിയിൽ വർക്ക്ഔട്ട് ആയിരുന്നു. നല്ല സ്റ്റോറിയാണോ, ഡിഫറെൻറ്റ് സ്റ്റോറിയാണ്, നല്ല എക്സിക്യൂഷൻ, അടിപൊളിയാണ്. ഫുള്ള് മ്യൂസിക്കും കൊള്ളാം, എല്ലാ ആക്ടേഴ്സും എല്ലാം അടിപൊളിയാണ്, ഡയറക്ഷനും അടിപൊളി, ടോപ്പ് ക്ലാസ്, നൈസ്. അടിപൊളി പടം, എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണാം. കോമഡിക്ക് കോമഡി, പിന്നെ ആക്ടിങ് വൈസും മ്യൂസിക്കും എല്ലാം അടിപൊളി. ഒരു തിയേറ്റർ വൈബായി കാണാൻ പറ്റിയ സിനിമ. തിയേറ്ററിൽ ഫ്രണ്ട്സുമായിട്ട് വന്ന് സുഖമായിട്ട് കാണാൻ പറ്റിയ അടിപൊളി പടം. സൂപ്പർ ആയിരുന്നു പടം, നല്ല അടിപൊളിയാ. അതിൻ്റെ അകത്ത് മറ്റേ ഫാലിമയിലെ സന്ദീപ് ഉണ്ടല്ലോ, പുള്ളിക്കാരൻ നന്നായിട്ടാണ് ചെയ്തേക്കുന്നത്. അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ നമ്മളെ ചിരിപ്പിക്കുന്ന സെക്കൻഡ് ഹാഫ് സുരാജും ഷറഫുദ്ദീനും. നല്ല സിനിമയായിരുന്നു. പഴയ കോമഡി സത്യം, ഷറഫുദ്ദീൻ്റെയും പഴയ കോമഡിയാണ്. 2 മണിക്കൂർ ചിരിച്ചിരിക്കാനുള്ളതല്ലോ. 2 മണിക്കൂർ 4 മിനിറ്റ് 31 സെക്കൻഡിലേക്ക് ചിരിച്ചിരിക്കാനുള്ള ഉണ്ട്. ഇതൊരു വ്യത്യസ്ത ജോണറിലുള്ള സിനിമയാണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഒരു കുറച്ച് സൂപ്പർ നാച്ചുറൽ പവർ, ബോഡി സ്വാപ്പ്, ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ ധാരാളം ഇങ്ങനെ കണ്ടിട്ടുണ്ട്. മലയാളത്തിലൊക്കെ വളരെ കുറച്ചാണ് ഇങ്ങനെ വരുന്നത്. അപ്പോഴത്തേക്കും ഇടയ്ക്കൊക്കെയാണെങ്കിൽ കുറച്ച് കൺഫ്യൂഷൻ, നമ്മൾ നോക്കുമ്പോൾ ചേട്ടാ ഇയാളാണോ അയാളാണോ ഇയാൾ, അങ്ങനത്തെയൊക്കെ തോന്നുന്ന രീതിയിൽ അത്. പക്ഷേ അതൊരു കോമഡി, ഒരു കോമിക് എലമെൻറ്റ് നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട് സിനിമയുണ്ട്. അപ്പോൾ ത്രൂ ഔട്ട് എടുത്ത് പറയേണ്ടത് ഇതിൽ കുറേ പേര് മുഴുനീള കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും സന്ദീപ് പ്രദീപ്, ഷറഫുദ്ദീനും പിന്നെ സുരാജ് വെഞ്ഞാറമ്മൂട് പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല. അദ്ദേഹം നല്ല രീതിയിൽ തന്നെ അദ്ദേഹം റോൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ മറ്റു പേരുടെ ഭാഗത്ത് നിന്നും ഒരു എടുത്തു പറയേണ്ട ഒരു വ്യത്യസ്തമായ രീതിയിൽ, കാരണം 2 വ്യത്യസ്ത കഥാപാത്രങ്ങളായിട്ട് അവർ നല്ല രീതിയിൽ വളരെ നാച്ചുറലായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആകെ മൊത്തം ഒരു വ്യത്യസ്ത ജോണറിലുള്ള ഒരു സിനിമ. കാരണം ആ ഒരു ഇപ്പം നമുക്കിപ്പം മലയാളം ഇൻഡസ്ട്രിയിൽ എല്ലാ തരത്തിലുള്ള സിനിമകൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വളരെ വ്യത്യസ്ത ഒരു കഥ പറച്ചിലും ചെയ്യുന്ന ഒരു സിനിമയായിരുന്നു. വ്യക്തിപരമായിട്ട് എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. ഞാൻ എന്തായാലും സജസ്റ്റ് ചെയ്യുന്നുണ്ട്. നല്ല സിനിമ. എന്താ എടുത്ത് പറയാം ഇഷ്ടപ്പെട്ടതായിട്ട്? കഥ നല്ലതാണ്, കാണാൻ രസമുണ്ട്. ടൈം കോമഡി ആണോ പടം വരുന്നത്? അല്ല, ഇടയ്ക്ക് കുറച്ച് സീരിയസ് ഉണ്ടായിരുന്നു. പിന്നെ സുരാജ് കോമഡി ആയിരുന്നു. ഒരു കോമഡി പടം തന്നെയാണോ? കുഴപ്പമില്ല, കോമഡിയാണ്. ഷറഫുദ്ദീൻ്റെ അല്ലേ, പൊളിയായിരുന്നു. സുരാജ് എങ്ങനെ ഉണ്ടായിരുന്നു? സുരാജും കുഴപ്പമില്ല.